എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1470 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്കൊരു ചോദ്യോത്തര വേളയാണുള്ളത്. അതിനു മുൻപായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മോടൊപ്പം ശാന്തചന്ദ്രൻ മാഡമാണ് ഉള്ളത്. ഡോക്ടർ അനേകം വന്ധ്യതയെക്കുറിച്ച് ധാരാളം പുതിയ ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കുന്ന വ്യക്തിത്വമാണ്. അതുകൂടാതെ വന്ധ്യതയിൽ വൻ വിജയം നേടിയ വ്യക്തിത്വം കൂടെയാണ്. ഡോക്ടർമാർക്കായി സെമിനാറുകൾ എടുക്കാറുണ്ട്. 40 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണുള്ളത്. നമ്മൾക്ക് തന്നെ അനേക ക്ലാസ്സുകൾ ഇതിനോടകം മാഡം എടുത്തു തന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഡോക്ടറോടൊപ്പം ഒരു ചോദ്യോത്തര വേളയാണുള്ളത്. എല്ലാവരും നേരത്തെ തന്നെ ചോദിക്കാനുള്ള കാര്യങ്ങൾ മനസ്സിൽ കരുതിയിരിക്കണം. നമുക്ക് കിട്ടുന്ന സമയം പ്രയോജനപ്പെടുത്തണം, ഒട്ടും തന്നെ നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ ഇന്നത്തെ ഈ ചോദ്യോത്തര വേളയിൽ എനിക്ക് നേതൃത്വം നൽകുന്നതിനായി ഡോക്ടർ ശാന്തചന്ദ്രൻ മാഡത്തെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മാഡം കേൾക്കാവല്ലോ അല്ലേ? അറിയാമോ ഡോക്ടറെ? കേൾക്കാമല്ലോ. താങ്ക് യു സോ മച്ച് അറിയാമോ ഡോക്ടറെ. IFPHന്റെ എല്ലാ സാരഥികൾക്കും എന്റെ ഹൃദയപൂർവ്വമായിട്ടുള്ള നമസ്കാരം. നമ്മുടെ നമ്മുടെ മാസ്റ്റർ സാമുൽ ഹനുമാൻ, ഇത് നമ്മുടെ അമ്മ തൊട്ട് നമ്മുടെ ആദ്യ ഗുരു അമ്മയിൽ തുടങ്ങിയ എല്ലാ ഗുരുനാഥന്മാരുടെയും പാദം നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇതിലേക്ക് കടക്കാം. എന്ത് സബ്ജക്റ്റാണ് പറയേണ്ടതെന്നുള്ളത് അറിയില്ല. ധനേഷ് ഡോക്ടർ ഇതില് നമ്മുടെ IFPHന്റെ ആത്മാവായ ധനേഷ് ഡോക്ടർ ക്ലാസ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചേ നമുക്ക് ചോദ്യോത്തര വേളയെങ്കിൽ ചോദ്യോത്തര വേള അങ്ങനെ ആയിക്കോട്ടെ. അതല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് നമുക്ക് ഒരുപാട് ഈ കേസ് എടുക്കുമ്പോഴേ നമുക്ക് എപ്പോഴും ഒരു ഫീമെയിൽ കേസ് എടുക്കുമ്പോൾ പീരീഡ്സിന് മുമ്പുള്ളതും പീരീഡ്സ് ബിഫോർ കംപ്ലൈൻസ് ബിഫോർ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ മെൻസസ്, അതിന് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അറിയാമോ ഡോക്ടറെ? പറഞ്ഞോട്ടെ. അപ്പൊ നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ ഒരുപാട്, എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമുക്ക് ഈ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കേസ് എടുക്കുമ്പോൾ അത് ഇൻഫെർട്ടിലിറ്റി ആയിക്കോട്ടെ, ആസ്മ ആയിക്കോട്ടെ, വേറെ എന്ത് കംപ്ലൈൻസ് ആയിക്കോട്ടെ, നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബിഫോർ മെൻസസ് ഉള്ള കംപ്ലൈൻസ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് ഒരുപാട് കുടുംബകലഹങ്ങൾ ഈ ബിഫോർ മെൻസസ് സിംറ്റംസിൽ കൂടെ നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഒരു വീട്ടിലെ ഓരോ പ്രശ്നങ്ങൾ, ഭയങ്കര ദേഷ്യമാണ്, പാത്രം എടുത്തെറിയുന്നു, ദേഷ്യപ്പെടുന്നു, കുട്ടികളെ ചീത്ത വിളിക്കുന്നു, മക്കളെ തന്നെ അടിക്കുന്നു, ഓവറായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഒരു മാസം ഇങ്ങനെ അതങ്ങ് ഒബ്സർവ് ചെയ്യാൻ പറയുമ്പം പിന്നെ അപ്പോഴാണ് ഈ ബിഫോർ പീരീഡ്സ് വരുന്ന അല്ലെങ്കിൽ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ മെൻസസ് വരുന്ന ആ സമയത്ത് ഉണ്ടാവുന്ന മൂഡ് ചേഞ്ചസും ഹോർമോണൽ ചേഞ്ചസും കൊണ്ടാണ് ഈ മെന്റൽ സിംറ്റംസ് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ അത് വീട്ടിലെ മറ്റംഗങ്ങളോട് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേരുടെ ഫാമിലി പ്രോബ്ലംസിന് നമുക്ക് അതിന് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ആദ്യകാല പ്രാക്ടീസിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു. ഒരു കോളേജ് വിദ്യാർത്ഥിനി പീരീഡ്സ് ആകുമ്പോഴത്തേക്ക് അമ്മ അത് പറഞ്ഞ പിന്നെയാണ് അവരത് ഒബ്സർവ് ചെയ്യുന്നത്. പിന്നെ കൊല്ലണം എന്നുള്ള മെന്റാലിറ്റിയാണ്. ആരെയാണെങ്കിലും ഒന്ന് കൊല്ലണം. അത് എന്തിനാ? കിൽ ഡിസയർ. അത് നമ്മള് അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഡിസയർ വരുന്നത്. അപ്പൊ ആ അമ്മ ഭയങ്കര സങ്കടപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു 10-20 വർഷം മുമ്പായിരിക്കും. അപ്പൊ പറഞ്ഞത് ഈ വീടിനകത്ത് വല്ല കത്തിയും എല്ലാ ദിവസവും ഇല്ല, ചില ദിവസങ്ങൾക്ക് അവൾക്ക് ഇങ്ങനെ ഭ്രാന്ത് കയറിയ പോലെ കാണിക്കുന്നത്. ഷാർപ്പായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അവർ മാറ്റി വെക്കുമ്പോൾ
അങ്ങനെയാണ് ഇതൊന്ന് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എക്സാക്ട്ലി ബിഫോർ മെൻസസ് ആണ് ദാറ്റ് കിൽ ഡിസയർ. അന്ന് എനിക്ക് എക്സ്റേയിൽ അങ്ങനെ ഒരു സിംറ്റം ഉണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ വായിച്ച് ഇങ്ങനെ ഓരോന്നിങ്ങനെ റെപ്പറട്ടറിയിൽ കൂടെ നമ്മളിങ്ങനെ പോകുമ്പോഴും ഓരോ മെഡിസിൻ വായിക്കുമ്പോഴാണ് എക്സ്റേ എന്നുള്ള മെഡിസിനിൽ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് കിൽ ഡിസയർ ബിഫോർ മെൻസസ്, ബിഫോർ ആൻഡ് ഡ്യൂറിങ് മെൻസസ്. അന്ന് എനിക്ക് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല, അത് സൈക്യാട്രി മെഡിസിനിലൊക്കെ കൂടെ പോയി. പക്ഷെ അവളിപ്പം മിടുക്കിയായി, കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ ആയി. എങ്കിലും ഇതൊരു പർട്ടിക്കുലർ സിംറ്റം ആയിട്ട് അന്ന് തുടങ്ങി ഇങ്ങനെ ആലോചിക്കും കിൽ ഡിസയർ ബിഫോർ മെൻസസ്. അപ്പൊ അത് എക്സ്റേ വളരെ എഫക്റ്റീവ് ആണ്. ഇനി അങ്ങനത്തെ ഒരു കേസ് വന്നാൽ കൊടുക്കാനും കിൽ ഡിസയർ അല്ലെങ്കിൽ ഏതാണ്ട് അതുപോലെ വയലന്റ് ആവുന്ന ആൾക്കാർക്കും കൊടുക്കാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കൊടുക്കാറുണ്ട്. ഇതിലെല്ലാവരും ഡിസ്കഷനിൽ രമ നല്ലപോലെ ഇത് ചെയ്തിട്ട് രമ വന്നിട്ടുണ്ട്. രമയും പറയും എൻ്റെ കൂടെ എനിക്ക് അറിയാവുന്ന ഞാൻ കുറെ സിംറ്റംസ് ഞാൻ പറയാം. ഒരു മെന്റൽ കണ്ടീഷൻ, നമുക്ക് ഒരു എബ്യൂസീവ് ബിഫോർ മെൻസസ്, എബ്യൂസീവ് ചീത്ത വിളിക്കുക, അതെനിക്ക് ഇപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരൊറ്റ മെഡിസിൻ കൊണ്ട് കൺസീവ് ആയിട്ടുണ്ട്, ക്യമോമില. എബ്യൂസീവ് ബിഫോർ മെൻസസ്. പിന്നെ ആങ്കർ നമുക്കറിയാലോ, സെപ്പിയാണ് നമുക്ക് ആങ്കർ ബിഫോർ മെൻസസ്. ഞാനീ പറയുന്നത് ബിഫോർ മെൻസസ് ആണ് കേട്ടോ. ആങ്കർ ബിഫോർ ആൻഡ് ഡ്യൂറിങ് മെൻസസും കൂടെ വരുമ്പോഴത്തേക്കും അമോണിയം കാർബും സിൻസിഫിക്കയും കൂടെ വരും. ബിഫോർ മെൻസസ് ആങ്കർ വരുമ്പോഴത്തേക്ക് സെപ്പിയാണ് നമുക്ക്. അത് തന്നെ സപ്പറേഷൻ ഓഫ് മെൻസസ് കൊണ്ടാണെങ്കിൽ നമുക്ക് കൊളോസിന്തും ക്യമോമിലയും വരും. പിന്നെ എനിക്ക് എന്തായാലും ഒരു ഹസ്ബൻഡ് വന്നിട്ട് നല്ല സ്നേഹമുള്ളൊരു ഭാര്യയാണ്. പക്ഷെ ചില സമയത്ത് അവള് മുഖം വീർപ്പിച്ച് നടക്കും, സംസാരിക്കത്തില്ല, എന്തിനാ ദേഷ്യം അതറിയുന്നില്ല. അങ്ങനത്തെ എനിക്കൊരു കേസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന് സ്നേഹമുള്ള, വളരെ കെയറിങ്, ഫാമിലിയെ കെയർ ചെയ്യുന്നൊരു പേഷ്യന്റ് എൻ്റെ മനസ്സിലെപ്പോഴും മ്യൂറക്സ് ആണ്. വളരെ സ്നേഹമുള്ള പേഷ്യന്റ്. പക്ഷെ അവര് ബിഫോർ പീരീഡ് ദേഷ്യം കാണിക്കുന്നില്ല, ഇങ്ങനെ ദേഷ്യം അടക്കി പിടിച്ച് ഇങ്ങനെ മുഖവും പെരുപ്പിച്ച് നടക്കുമ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന മ്യൂറക്സും ഗ്രാഫൈറ്റിസും. പൊതുവെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് കമ്പനിയായിട്ടൊക്കെ നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ആ പീരീഡിന് മുമ്പായിട്ട് കമ്പനി അവേർഷൻ വരുമ്പോൾ ആരുമായിട്ടും ഒറ്റപ്പെട്ടിരിക്കണം, ആരുമായിട്ടും കൂട്ടുകൂടാൻ ഇഷ്ടമില്ല, അങ്ങനെ വരുന്ന ഒരു കംപ്ലൈന്റിൽ നമുക്ക് സെപ്പിയ തന്നെയാണ് മെഡിസിൻ. പിന്നെ പ്ലാറ്റിനയും ഉണ്ട്, കൊണയും കൂടിയുണ്ട്. ഇനി വരുന്നത് ഒരുമാതിരി ഡെലീറിയസ് ആയിട്ട് വന്നിട്ട് വയലൻസും ഒക്കെ വരുന്ന പേഷ്യന്റിന് നമുക്ക് വിറാട്രോൾ ആൽബം കൊടുക്കും. ഞാൻ എപ്പോഴും ഇൻഫെർട്ടിലിറ്റി കേസ് ട്രീറ്റ് ചെയ്യുമ്പോൾ അവരൊരു ഡയറിയിൽ എഴുതിക്കൊണ്ടിരുമ്പോൾ പീരീഡ് തുടങ്ങിയിട്ട് അടുത്ത പീരീഡ് വരെയുള്ള ഓരോ ദിവസത്തെ സിംറ്റംസ് എന്ന് വെച്ചാൽ പീരീഡ് തുടങ്ങി, അപ്പൊ ഡ്യൂറിങ് പീരീഡ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഓവുലേഷൻ പീരീഡിലുള്ള സിംറ്റംസ് കിട്ടും. പിന്നെ ബിഫോർ മെൻസസ്, ഡ്യൂറിങ് മെൻസസ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരുടെ പേടി, സ്വപ്നം കാണലും ഒക്കെ പറയാറുണ്ട്. ഒരു പേഷ്യന്റിന് എനിക്ക് കിട്ടിയത് മെൻസസിന് എപ്പോൾ പീരീഡ് ഒരു കൺസീവ് ചെയ്ത ഒരു കേസാണ്. പീരീഡിന് മുമ്പായിട്ട് അവരെന്ന് സ്വപ്നം കാണുന്ന ബ്ലീഡിങ് ഡ്രീംസ് ആണ് പീരീഡിന് മുമ്പായിട്ട് വരുന്നത്. എനിക്ക് അവർക്ക് എനിക്ക് ഇത് കിട്ടിയത് ഇതല്ല, ആർണിക്കയിലാണ്. ഒരു ഡ്യൂറിങ് മെൻസസ് ഓർ ആഫ്റ്റർ മെൻസസ് ചത്തുപോയാൽ മതിയായിരുന്നു, അങ്ങനെ പറയാറ് കേട്ടിട്ടില്ലേ എന്തെങ്കിലും? അപ്പൊ അതിന്റെ കൂടെ ഒരു ഇൻഫെക്ഷൻ, യൂറിനറി ഇൻഫെക്ഷനും കൂടെ പറയുവാണെങ്കിൽ ബെർബറിസ് വൾഗാരിസിൽ ആ ഒരു മെഡിസിനെ പറയുന്നുള്ളൂ, ഡ്യൂറിങ് മെൻസസ് ഡെത്ത് ഡിസയർ. പിന്നെ
ക്രോണിക് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് വെച്ചാൽ നമുക്ക് പീരീഡ് വരുമ്പോൾ വയറുവേദനയും എല്ലാ പെയിനുകളും കൂടുന്നു, നടുവേദനയൊക്കെ ഉള്ളത്. അപ്പൊ ആ പേഷ്യന്റ് കറക്റ്റായിട്ട് പറയും പീരീഡ് എന്ന് ഓർക്കുന്നതേ പേടിയാ ഡോക്ടറെ, ഭയങ്കര പേടിയാ പീരീഡ് വരുമ്പോൾ. അങ്ങനെയുള്ള ഒരു പേഷ്യന്റ് ആന്റിടാർട്ട് ടെന്നം മെൻസസിന് ഒരു അത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഓവുലേഷൻ കൊടുക്കാമെങ്കിൽ ആ നടുവേദനയും പീരീഡ് വരുന്നതിനുള്ള പേടിയും കുറയും. ആ കണ്ടീഷൻ മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ചുള്ള ഫിയർ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് എപ്പോഴാ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത്? ഒരു പീരീഡിന്റെ ഓവുലേഷൻ ടൈം കഴിയുമ്പോൾ കൊടുക്കാം. നമുക്ക് 2 or 3 ഡോസ് കൊടുക്കാം ആന്റിടാർട്ട് ടെന്നം. കുട്ടികളൊക്കെ ഉള്ള ഒരമ്മ പീരീഡിന് മുമ്പായിട്ട് ഭയങ്കര മറവി, എനിക്ക് ഒന്നും ഓർക്കാൻ പറ്റണല്ലോ ഡോക്ടറെ, മറവിയാ എനിക്ക്. അപ്പൊ പിള്ളേരെയൊക്കെ പ്രത്യേകിച്ച് ആൺകുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികൾ ഭയങ്കരമായിട്ട് വഴക്ക് പറയുകയും ചെയ്യും, ചീത്ത പറയും, അവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ആൺകുട്ടികളല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ നല്ലോണം ചീത്ത പറയുകയും ചെയ്യും. അപ്പൊ ആൺകുട്ടികളോട് അത് അത്രയില്ല. അങ്ങനെ പറയുന്നതിന് റഫാനസ് നല്ല മനസ്സ്. പിന്നെ എപ്പോഴും പീരീഡിന് മുമ്പ് പറയും ഭയങ്കര ഹറിയാണ്, എല്ലാത്തിനും ധൃതിയാണ്, ഭയങ്കര ധൃതി. അങ്ങനെ പറയുന്ന പേഷ്യന്റിന് നമുക്ക് ഇഗ്നേഷ്യ. ഇൻഡിഫറൻസിന് നമ്മൾ പൊതുവെ കൊടുക്കുന്ന സെപ്പിയ അല്ലേ, പക്ഷെ സെപ്പിയ കൂടാതെ നമുക്ക് നൈട്രിക് ആസിഡ് നല്ലൊരു ഇൻഡിഫറൻസ് ബിഫോർ മെൻസസ്. പിന്നെ ചില പേഷ്യൻസ് പറയും പീരീഡിന് വരാറാവുന്നത് എങ്ങനെയാ നിങ്ങൾ അറിയുന്നത്? ഭയങ്കര ജോലി ചെയ്യണ്ടെങ്കിലും അങ്ങ് ജോലി ചെയ്തിട്ടുണ്ടാവും, അടുക്കളയിൽ പണിയൊന്നും ഇല്ലെങ്കിലും അങ്ങനെ എപ്പോഴും ഒരു ഫ്രൂട്ട്ലെസ് ആയിട്ട് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടേ നടക്കണം. അപ്പൊ എനിക്കറിയാം പീരീഡ് വരാറായി. അങ്ങനെ പറയുന്നത് കുറച്ച് സംസാരപ്രിയയാണെങ്കിലും ആ കേസസ്. അതല്ലാത്തവർക്ക് ദേഷ്യവും ഏറും ഒക്കെ മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ വിറാട്രമായി. അതല്ല അല്ലാത്തവർക്ക് സെപ്പിയാവും. ദേഷ്യവും നമുക്ക് ഒരു വിറാട്രമാൽബിന്റെ ചീത്ത വിളിയൊക്കെ വരില്ലേ, തെറിയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വിറാട്രമാൽബ് ഒരുമാതിരി മാനിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇത് കൊടുക്കാം. പിന്നെ അവർക്ക് വയ്യ, ആരോഗ്യപരമായിട്ട് സുഖമില്ല, നമുക്ക് ഹെൽത്ത് വൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അവർ ചെയ്തുകൊണ്ടേ നടക്കും. അതാണ് എസ്പെഷ്യലി ബിഫോർ മെൻസസ്. അത് നമ്മളിങ്ങനെ ഒരു ഹിസ്റ്ററി പോലെ എഴുതിക്കൊണ്ടുവരാൻ പറയുമ്പോൾ അവര് നോട്ടീസ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് എഴുതിക്കൊണ്ടുവരും. അപ്പൊ അങ്ങനെ അത്. പിന്നെ ഭയങ്കര വിശപ്പാന്ന് പറയും, മെൻസസ് അടുക്കാറാകുമ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര വിശപ്പാന്ന് പറയും, ഒരു രക്ഷയില്ലാന്ന് പറയുമ്പോൾ നമുക്ക് മാക്കാർബും സ്പോഞ്ചിയുണ്ട്. പിന്നെ മോർണിംഗ് കരച്ചിലല്ല, ഒരുമാതിരി മോങ്ങി നടക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടില്ലേ പീരീഡിന് മുമ്പായിട്ട്? അങ്ങനെയുള്ളവർക്ക് ലൈക്കോപോഡിയം, പ്ലാറ്റിന, കോക്ക. സങ്കടം വരണം, സഹിക്കാൻ പറ്റില്ല, വെറുതെ സങ്കടം പീരീഡിന് മുമ്പായിട്ട്. കോസ്റ്റിക്ക. ചേഞ്ചബിൾ മൂഡ് സ്വിങ്സ് എന്ന് പറയുമല്ലോ. എന്താ പീരീഡിന് മുമ്പ് ഉള്ള സിംറ്റം? മൂഡ് സ്വിങ്സ് ആണ്, ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ്. അതിന് കമോമിലയും ഞാൻ ലൂണ കൊടുത്തിട്ടില്ല, ലൂണ പറയുന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു. കമോമിലയാണ് കൊടുക്കില്ല. സെന്റിമെന്റലിന് നമുക്ക് ആന്റിക്രൂഡിന്റെ ഫ്യൂ സിംറ്റംസും കൂടി ഉണ്ടെങ്കിൽ ആന്റിക്രൂഡ്.
കൊല്ലണോന്ന് പറഞ്ഞ് സൂയിസൈഡൽ ടെൻഡൻസി ബിഫോർ മെൻസസ്. ഞാൻ ഇന്ന് യൂഷ്വലി സൂയിസൈഡൽ എന്ന് പറയുമ്പോൾ ഓർമ്മറ്റാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ ഒറ്റ മെഡിസിനെ റെപ്പറേറ്ററി പറഞ്ഞിട്ടുള്ളൂ, ഐറിസ് ആണ് സിന്തസിസിൽ. ഞാനിപ്പോ ഇങ്ങനെ എഴുതിക്കൊണ്ട് ഐറിസ് സൂയിസൈഡൽ ഫീലിംഗ് ബിഫോർ മെൻസസ് ഞാൻ കൊടുത്തിട്ടില്ല, കൊടുക്കണം. കാരണം ഞാനിപ്പോ ഇങ്ങനെ ഒരു ഡയറി പോലെ കൂടെ എഴുതി വെച്ച പീരീഡ് പേഷ്യൻസ് വരുമ്പോ നമുക്ക് റെഫറൻസിന് എളുപ്പമുണ്ടല്ലോ. അപ്പോഴാണ് ഈ ഐറിസ് കണ്ടത്, സൂയിസൈഡൽ ഫീലിംഗ്. ഐറിസിന്റെ ഏതാണ്? ഐറിസ് ആ ഒരു സിംഗിൾ മെഡിസിനെ റെപ്പറേറ്ററി പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിക്കുക, ഈ ഐറിസ് നമുക്ക് പീരീഡിന് മുമ്പ് മൈഗ്രെയിൻ ആയിട്ട് വരത്തില്ല. മൈഗ്രെയിനും ചെസ്റ്റ് ബേണിങ്ങും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ പേഷ്യൻസിൽ ഐറിസ്. മൈഗ്രെയിനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ബിഫോർ പീരീഡ്, മൈഗ്രെയിൻ, ചെസ്റ്റ് ബേണിങ്, ഇത് നമ്മൾ തൊണ്ട തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനെ ബേണിങ് സെൻസേഷൻ ഒക്കെ പറയണേ നമ്മൾ ഐറിസ് കൊടുക്കും. അപ്പൊ അതിൽ ഇതൊരു സിംറ്റം കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനി വേറെ ആരെങ്കിലും ഒക്കെ പറയട്ടെ. ബിഫോർ ആയല്ലോ മാഡം, ബിഫോറേ ആയുള്ളൂ, കുറച്ചേ ആയുള്ളൂ. പറയാം. വെർട്ടിഗോ ബിഫോർ തന്നെ ഇനിയും ഉണ്ടല്ലേ? ബിഫോർ തന്നെ ഇനിയുണ്ട്. അൺപ്ലസന്റ് തോട്ട്സ് ബിഫോർ മെൻസസ്, അൺപ്ലസന്റ് തോട്ട്സ് ബിഫോർ മെൻസസ്, അത് അക്സ്മോസ്കിറ്റയാണ്. അത് കൊടുക്കാറുണ്ട്. ഒരു പുതിയ സിറ്റുവേഷൻ ഒക്കെ വന്നിട്ട് അക്സ്മോസ്കിറ്റയുടെ ആ ഒരു പർട്ടിക്കുലർ ഇതിന് നമുക്ക് കൊടുക്കാം. വെർട്ടിഗോ പറഞ്ഞു തുടങ്ങിയായിരുന്നു. വെർട്ടിഗോ എന്ന് പറഞ്ഞു, ബാക്കി പറഞ്ഞു. വെർട്ടിഗോ ബിഫോർ മെൻസസ്, ബിഫോർ ആൻഡ് ഡ്യൂറിങ് മെൻസസ്, അത് പൾസാറ്റിലാണ്. അപ്പൊ വെർട്ടിഗോ തന്നെ പ്രൊഫ്യൂസ് ബ്ലീഡിങ് കാരണമാണെങ്കിൽ യുസ്റ്റിലാഗ് ഉണ്ടാവും. പിന്നെ ഇങ്ങനെ പറയില്ലേ, തല ഇങ്ങനെ വീർത്തിരിക്കുന്നത്, ഇതൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് മലയാളത്തിൽ തന്നെയാണ് ഞാൻ എഴുതിച്ചത്. തല വീർത്തിരിക്കും ഡോക്ടർ, മെൻസസ് അടുക്കാറാകുമ്പോഴത്തേക്കും തല അങ്ങ് വീങ്ങണ പോലെയാ, തല വീർത്തിരിക്കണ പോലെ തോന്നുന്നെന്ന് പറയുന്നതിന് ഗ്ലോണൈനും ആർജന്റൻ നൈട്രേറ്റും ആണ് ഞാൻ കൊടുക്കുക. പിന്നെ ഭയങ്കര ചൂട് തോന്നാന്ന് പറയും അല്ലേ, പീരീഡ്സിന് മുമ്പേ ശരീരത്തിന് ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്നതിന് കൽക്കേരിയ കാർപ്പ്. പിന്നെ വീപ്പിംഗ് ഡ്യൂറിങ് മെൻസസ് ഒക്കെ അറിയാലോ, വീപ്പിംഗ് പൾസാറ്റില്ല. പൾസാ കരഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, എന്നാലും കരച്ചില് ഒരു തന്നെ പറയാം, കരഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് സൈക്ലാമിൻ വരും. ഇനിയുണ്ട് ബിഫോർ മെൻസസ്. പറയട്ടെ? പറഞ്ഞോ മാഡം. ബിഫോർ മെൻസസ് തലവേദന, ഹെഡേക്ക്, ഹെഡ് ഹെവിനെസ്. ഹെഡേക്കിന് വരുന്നത് കൺജഷൻ ഓഫ് ദി ഹെഡ് പറയുമ്പോൾ നമുക്ക് എപ്പിസം, കൺജഷൻ ഓഫ് ഹെഡ്, എപ്പിസം. പിന്നെ ഈ ഹെഡ് ഇങ്ങനെ ഫുൾനെസ് ഫീലിംഗ്, തല വീർത്തിരിക്കുന്നു, തലയ്ക്കകത്ത് എന്തോ പോലെ ഇരിക്കുന്നു പീരീഡിന് മുമ്പ്, അങ്ങനെ തന്നെ ഒന്ന് പറയാറുണ്ട് പേഷ്യൻസ്. അവര് മിക്കവാറും ഒരു തൈറോയ്ഡ് പേഷ്യന്റും കൂടി ആയിരിക്കും. അപ്പൊ ആ വരുന്ന പേഷ്യന്റ് ബ്രോമിയമാണ് അതിന്റെ മെഡിസിൻ, സിംഗിൾ മെഡിസിനാണ്. പിന്നെ കോൾഡ് വരുമല്ലേ ബിഫോർ മെൻസസ്, കൊറൈസ, മാക്കാർഡ്. പിന്നെ തൊണ്ടവേദനയും ത്രോട്ട് പെയിനും കോൾഡും തലവേദനയാകുമ്പോൾ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ലാക്കാനിന വരുമല്ലോ. ഇനി ചുമയും ഹോസ്നെസ്സും ബിഫോർ മെൻസസ്, അത് നമുക്ക് വരണം ഗ്രാഫൈറ്റിസ് ആണ്. ഉറക്കമില്ല എന്ന് പറഞ്ഞിട്ട് വരും, ഉറക്കം വരുന്നില്ല മെൻസസ് ആവുന്നതിന് മുന്നേ, ഒട്ടും ഉറക്കമില്ല എന്ന് പറയും.
ഉറക്കമില്ല എന്ന് പറയുന്നത് നമുക്ക് അഗാരിക്കസും സെനീഷ്യയാണ്. പിന്നെ പറയും എനിക്ക് പർട്ടിക്കുലർ ആയിട്ട് ഇപ്പോഴും കൂടുതൽ കിട്ടാറുണ്ട്, കയ്യും കാലും അങ്ങ് പുകച്ചിലെടുക്കണം മെൻസസിന് മുമ്പ്. കയ്യും കാലും പുകച്ചിലെടുക്കാന്ന് പറയും. ഞാൻ നേരത്തെ സൾഫറാണ് കൊടുത്തിരുന്നത്, പക്ഷെ ഇപ്പൊ കാർബോവേറ്റാ കൊടുക്കും, കാർബോവേറ്റ്. എനിക്കൊരു പേഷ്യന്റ് ഒരു ഇൻഫെർട്ടിലിറ്റി ശരിയായത് പീരീഡ് അടുക്കണതിന് മുമ്പ് വയറ് ഭയങ്കര പുകച്ചില്ല. അപ്പൊ വയറിന്റെ അവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കാറ്റ്, ഫാനിന്റെ നേരെ താഴെ വയറിൽ കാറ്റ് കൊള്ളാം. അപ്പൊ അതാണ് അവരുടെ ഒരു പർട്ടിക്കുലർ സിംറ്റം പറഞ്ഞത്. അത് സൾഫർ കൊണ്ടാണ് അവര് പീരീഡും കറക്റ്റായി കൺസീവ് ആവുകയും ചെയ്യും. സൾഫർ എല്ലാ പൊട്ടൻസിയും കൊടുത്തു. പിന്നെ പീരീഡിന് മുമ്പ് ജോയിന്റ് പെയിൻ പറയുമല്ലോ, ജോയിന്റ്സ് പെയിൻ പറയുന്ന പേഷ്യന്റിന് പീരീഡിന് മുമ്പ് ജോയിന്റ്സ് പെയിനും, പിന്നെ അതിന്റെ കൂടെ ഡ്യൂറിങ് മെൻസസ് സിവിയർ പെയിൻ, പിന്നെ എൻഡോമെട്രിയോസിസ്, പിന്നെ ക്ലോട്ട്സ് ഒക്കെ പോകുന്നു, പിന്നെ അബോർട്ടീവ് ടെൻഡൻസി, ഇതെല്ലാം കൂടെ കവർ ചെയ്ത് വന്നാൽ നമുക്ക് കോളോഫിലും സബൈനയും. ഇനി നമുക്ക് ഈ സ്കിൻ കംപ്ലൈന്റ് വരുമല്ലോ ബിഫോർ മെൻസസ്. എല്ലാ പ്രൈവറ്റ് പാർട്സിലും സ്കിൻ കംപ്ലൈന്റ്, ആകപ്പാട് പീരീഡിന് മുമ്പ് ഇങ്ങനെ സ്കിൻ വരുമെന്ന് പറയുന്നവർക്ക് നമുക്ക് ഗ്രാഫൈറ്റിസ്, ഡൾ ക്യാമറ, സോറിന്, സെപ്പിയ, മാഗ്മോർ. പിന്നെ ഈ കരിമംഗല്യം പോലെ വരുമില്ലേ ചുണ്ടിന് ചുറ്റിനും കവിളിന്റെ ഇവിടെയെല്ലാം, മെൻസസിന് മുമ്പായിട്ട് കരിമംഗല്യം അത് കൂടുതലാന്ന് പറയും. അങ്ങനെ പീരീഡ് വന്നു കഴിയുമ്പോൾ അതങ്ങ് കുറയും. നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ അറിയാൻ പറ്റും. അങ്ങനെ വരുന്ന പേഷ്യൻസ് നമുക്ക് കാർബാനിമാലിസ്, അമോണിയം കാർബ്, മലദ്വാരത്തിൽ വേദന, എയ്നസില് വേദനയൊക്കെ വരും പീരീഡ് റിലേറ്റഡ് ആയിട്ട് ബിഫോർ മെൻസസ്. അതിന് നമുക്ക് മ്യൂറിയേറ്റിക് ആസിഡും ആലോസും. പിന്നെ നമുക്ക് ബ്രസ്റ്റ് പെയിൻ പറയുമല്ലോ ബിഫോർ മെൻസസ്. പീരീഡ് വരുന്നതിന് എന്താ ലക്ഷണം? സിവിയർ ബ്രസ്റ്റ് പെയിൻ എന്ന് പറയും. അപ്പൊ അതിന് നമുക്ക് കൊടുക്കാം ബ്രയോണിയ, കൽക്കേരിയ കാർബ്, ബെല്ല്, അതൊക്കെ. ഓൾമോസ്റ്റ് പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചാറ്റ് ബോക്സിൽ വന്നിരുന്നു, വെരിക്കോസ് പെയിൻ ബിഫോർ മെൻസസ്. വെരിക്കോസ് വെയിൻ ബിഫോർ മെൻസസ് അത് നമുക്ക് പൾസാറ്റില് തന്നെയല്ലേ? പൾസാറ്റില് തന്നെയാണ്. ഏത് പൊട്ടൻസി ആയിരിക്കും? വെരിക്കോസ് പൾസാറ്റിലാണ്. പിന്നെ ഈ ഇങ്ങനെ പൾസാറ്റില് കൊടുക്കാം നമുക്ക്. പിന്നെ 30 കൊടുത്താൽ മതി. പിന്നെ ഈ വെരിക്കോസ് വെയിൻ ഉണ്ടല്ലോ, ഉണ്ട പോലെ നിൽക്കില്ലേ, അങ്ങനെ വരുന്ന കേസിൽ ആസിഡ് ഫ്ലോർ. രമ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. രമ നെറ് ഇത് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് പറഞ്ഞു തരാം. അപ്പൊ അത് കേൾക്കാം. രമ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തരാം. അൺമ്യൂട്ട് ചെയ്യാം. ഇപ്പൊ വെരിക്കോസ് വെയിൻ പറഞ്ഞില്ലേ, വെരിക്കോസ് വെയിന് ഡ്യൂറിങ് മെൻസസ് അംബ്രാഗ്രിസിയ നല്ല മെഡിസിൻ. ഞാൻ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഇഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാർ പറഞ്ഞില്ലേ മറ്റേ മാക്കാർബിനുള്ള ഇനിയൊരു ലക്ഷണം സോർ ത്രോട്ട് ബിഫോർ മെൻസസ്. സോർ ത്രോട്ട് ഉണ്ടാവും. അതേ സമയത്ത് ഈ സോർ ത്രോട്ട് തന്നെ മെൻസസ് തുടങ്ങുമ്പോഴും മെൻസസ് അവസാനിക്കുമ്പോഴും ഇതൊക്കെ അവസാനിക്കുന്നവരാ നിൽക്കുന്നെങ്കിൽ ലാക്ക് അനൈനം.
ലാക്കനൈൻ ആണ് അത് മാക്കാർബിനെക്കാട്ടിലും കുറച്ചും കൂടെ, അതായത് മാക്കാർബ് ബിഫോർ മെൻസസ്, ഇത് മെൻസസിന് മുമ്പ് തുടങ്ങും, മെൻസസ് കഴിഞ്ഞാൽ അത് മാറുള്ളൂ. അതിന് ലാക്കനൈനും നല്ലതാണ്. അതുപോലെ തന്നെ കരച്ചിലിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ ഡ്യൂറിങ് മെൻസസ് എന്നെ ഒന്നിനും കൊള്ളൂല ഡോക്ടറെ, അതുകൊണ്ട് അങ്ങനെ അവര് ഇരുന്ന് കരയും. അപ്പൊ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ സെപ്പിയാണ് കൊടുത്തിരുന്നത്. പക്ഷെ ആക്ടിയറിസിമോസിക്ക് നല്ല അബോർഷൻ കൂടി വരുമ്പോ നമുക്ക് ആക്ടിയറിസിമോസ് കൊടുക്കാം, മെന്റൽ ഇത് നോക്കുകയാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ വെരാട്രമാൾബ് പറഞ്ഞില്ലേ, വെരാട്രമാൾബ് ഇൻഡിക്കേറ്റഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അവർക്ക് കോൾഡ്നെസ് കൂടുതലുണ്ടാവും, തണുത്തിരിക്കും, കയ്യും കാലും ഒക്കെ തണുത്തിരിക്കും. അതുപോലെ തന്നെ അവരുടെ പെർസ്പിറേഷനും കൂടി നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ അതുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആൽബ് നമുക്ക് കൊടുക്കാം. പിന്നെ എന്താണ്, പിന്നെ ഈ വയറ് മെൻസസ് വരുന്നതിന് മുമ്പ് അവര് പറയും, മെൻസസ് വരുന്ന എനിക്ക് അറിയാവുന്നു ഡോക്ടറെ എന്ന് പറയും. നമ്മളാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്കാണല്ലോ മെൻസസിന്റെ കാര്യം നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അവര് അപ്പൊ പറയും, എനിക്ക് വയറ് വേദന ഉണ്ടായിരുന്നു ഡോക്ടറെ. അപ്പൊ തന്നെ എനിക്ക് ഒരു അരണ്ട വേദന ഇങ്ങനെ തോന്നുമ്പോ തന്നെ എനിക്കറിയാം മെൻസസ് വരും എന്ന് പറയും. അപ്പൊ അതിന് നമുക്ക് സെപ്പിയ, പ്രത്യേകിച്ച് അവർക്ക് തണുപ്പ് കൂടുതലുണ്ടെന്ന് പറയുകയാണെങ്കിൽ സെപ്പിയ വളരെ ഇഫക്റ്റീവാണ്. അതുപോലെ തന്നെ അവര് പറയും മെൻസസിന് വരുമ്പില് മെൻസസ് എനിക്കറിയാം ഡോക്ടറെ മെൻസസ് വരുന്നു, അപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചാൽ വയറങ്ങ് വീർത്തിരിക്കും, എന്നിട്ട് പിന്നെ ഫാറ്റസ് പോവുകയും ചെയ്യും. അങ്ങനെയാണ് അപ്പൊ എനിക്ക് മെൻസസ് വരുന്ന അറിയാമെന്ന് പറയും ബിഫോർ മെൻസസ്. അപ്പൊ മെൻസസ് വന്നു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻഷൻ കുറയുകയും ചെയ്യും. ശാന്ത് പറഞ്ഞില്ലേ റെഫാനസിന്റെ കാര്യം പറഞ്ഞില്ലേ, അവിടെ ലൈക്കോപോഡിയം നല്ല ഇഫക്റ്റീവാണ്. ഫ്ലാറ്റസും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ആ ഡിസ്റ്റൻഷൻ ഓഫ് അബ്ഡോമൻ വിത്ത് ഫ്ലാറ്റുലൻസ് അങ്ങനെ വരും. പിന്നെ അതുപോലെ തന്നെ അവര് പിന്നെ ഒരു ഇത് പറയും, വയറങ്ങോട്ട് തൂങ്ങി കിടക്കണ പോലെ തോന്നുന്നു ഡോക്ടറെ ഇതെന്ന് പറയും. അപ്പൊ നമ്മള് ബെയറിംഗ് ഡൗൺ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ ഉള്ളിൽ വരുന്നത് സെപ്പിയാണ്. പക്ഷെ വൈബേർണം ഓപ്പുലസ് നല്ല മെഡിസിനാണ്, നല്ല എനിക്ക് ഇഫക്റ്റ് കിട്ടിയേക്കുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ മെൻസസിന് മുമ്പ് അവരിങ്ങനെ കോട്ടുവായുടെ ഇങ്ങനെ കയ്യും കാലും ഒക്കെ നിവർത്തും, എപ്പോഴും മൂരി നിവർത്തുകയെന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യും. അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ നമുക്ക് ഇൻഡിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത് റസ്റ്റോക്സ് ആണ്. പക്ഷെ ആ സമയത്ത് അത് നല്ലത് പൾസാറ്റിലയാണ്. അവർക്ക് അതേ സമയത്ത് പൾസാറ്റിലക്ക് ഈ ആ സമയത്ത് ഭയങ്കര ചില്ലിനെസ്സും ഉണ്ടാവും. ഇങ്ങനെ പറയുകയാണെങ്കിൽ യോണിങ് ആൻഡ് സ്ട്രെച്ചിങ് പറയുകയാണെങ്കിൽ പൾസാറ്റില ഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. ഈ മെൻസസിന് മുമ്പ് ഇവര് പറയുന്നതാണ്, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് മെൻസസ് വരുന്നു തോന്നണേന്ന് പറയുന്നതാണ്. കോൺസ്റ്റിപ്പേഷൻ അത്ര ദിവസം ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരാഴ്ചയൊക്കെ മുമ്പൊക്കെ മുടങ്ങി മലം നല്ല ടൈറ്റ് ആയിരിക്കും ഡോക്ടറെ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ സൈലീഷ്യ നമുക്ക് കൊടുക്കാം. സൈലീഷ്യ നല്ല മെഡിസിൻ. ഗ്രാഫൈറ്റിസും ഉണ്ടല്ലോ. ഗ്രാഫൈറ്റിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പൊതുവെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ സെപ്പിയം കൊടുക്കാം. പക്ഷെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ 1 week ബിഫോർ മെൻസസ് എന്ന് പറയുമ്പോൾ സൈലീഷ്യ അതുണ്ട് ഒരു ഇതായിട്ട് വരുന്നുണ്ട്. പിന്നെ സൈലീഷ്യ കൊടുത്തിട്ടോ ഈ സൈലീഷ്യ ഗ്രാഫൈറ്റിസ് ഒക്കെ ഏത് പൊട്ടൻസി കൊടുക്കണമായിരുന്നു? ഞങ്ങളൊക്കെ കൊടുക്കുന്ന 200 ആണ് മിനിമം, 30ലേക്കൊന്നും പോവില്ല, ചിലപ്പോൾ 1 കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ പിന്നെ സൈലീഷ്യ നമുക്ക് കൊടുത്താൽ പിന്നെ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാല് അവർക്ക് ഓവുലേഷനും ചിലത് ഈ ഫോളിക്കിളൊക്കെ അതായത് റപ്ചർ ഉണ്ടാവില്ല, അൺറപ്ചേർഡ് ഫോളിക്കിളായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ സൈലീഷ്യ കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് നല്ല ഇഫക്റ്റീവ് ആയിട്ട് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഒരു കേസ് പറഞ്ഞില്ലേ നമ്മൾ ഒരു ഇത് ചെയ്തിട്ട് സൈലീഷ്യ കൊടുത്തിട്ടാണ് ആ കുട്ടിക്ക് ആ ഇത് ഓവുലേഷൻ ഉണ്ടായത്. അങ്ങനെ ഓവുലേഷൻ സൈക്കിള്, അപ്പൊ ആ കുട്ടിക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് സൈലീഷ്യ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ സമയം നോക്കുമ്പോൾ ഫോളിക്കുലർ സ്റ്റഡി ചെയ്തപ്പോൾ ഓവുലേഷൻ ഉണ്ട്. അത് റപ്ചേർഡ് ഇതായിരുന്നു, ഫോളിക്കിളായിരുന്നു. അപ്പൊ അങ്ങനെ കൊടുക്കാം. പിന്നെ ഭയങ്കര ഭയങ്കര നടുവേദനയുണ്ട്. ഇവിടെ ഒരു ഡോക്ടർ ആയിട്ട് ഒരു പേഷ്യൻ്റ് ആണ് എനിക്ക്. അവർ ഭയങ്കര വയറുവേദനയാണ്, സിവിയർ പെയിനാണ്, മെംബ്രൈനസ് ഡിസ്മെനോറിയാണ്. അതിന്റെ കൂട്ടത്തിൽ അവര് എപ്പ ഈ വേദന വരുമ്പോഴും തലവേദന വരും, എസ്പെഷ്യലി ലെഫ്റ്റ് ഐയുടെ അവിടെ വേദന വരും. അപ്പൊ ഞാൻ ലാക്ടോസിസ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ സാന്തോക്സൈലം ഒരിക്കൽ ഞാൻ ലാക്ടോസിസ് കൊടുത്തു,
അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കുറഞ്ഞില്ല എന്ന് കഴിഞ്ഞപ്പോൾ ലാക്ടോസിസും സാന്തോസൈലവും കൊടുത്തപ്പോ ആ കുട്ടിക്ക് ആ തവണ ആ പർട്ടിക്കുലർ ഹെഡേക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഗ്രാഫൈറ്റിസ് പറഞ്ഞില്ല, ഗ്രാഫൈറ്റിസിന് മെൻസസിന് മുമ്പ് ഭയങ്കര ലൂക്കോറിയ ആയിരിക്കും. ലൂക്കോറിയ വന്നാൽ ആ ജെനിറ്റൽ പോർഷൻ എസ്പെഷ്യലി വൾവാൽ റീജിയൻ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. വജൈനയിൽ മാത്രമല്ല ഫുള്ള് അവിടെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ പെയിൻ, നമ്മള് മെൻസസിന് മുമ്പ് ഹെവിനെസ് ഓഫ് മാമേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ കൊടുക്കണം മെഡിസിൻ? Heaviness of pain or heaviness of mammae before menses. ബ്രയോണിയ കൽക്കേരിയ കാർബോ ഫൈറ്റലക്കോ. അതിന് അത് നമ്മൾ കൊണിയൊക്കെയാണ് കൊടുക്കണത്. കൊണിയം അതേ സമയത്ത് അവര് പറയാണ് ആ ഹെവിനെസ് ഉണ്ട്, ഇതുണ്ട് മെൻസസിന് മുമ്പ് എന്ന് പറഞ്ഞിട്ട് തൊട്ടാൽ എനിക്ക് അയ്യോ ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഞാൻ എന്റെ കൈ തന്നെ തൊട്ടാൽ എനിക്ക് പ്രശ്നമാണ് ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ലാക്കനൈന മാത്രമാണ് മെഡിസിൻ. ലാക്കനൈനത്തിനുണ്ട്, പക്ഷെ അപ്പൊ നമുക്ക് അതായത് ഹെവിനെസ് ഒക്കെ ഉണ്ടെങ്കിലും കൈ തൊട്ടാലൊന്നും വലിയ പ്രശ്നമില്ല, വേദനയുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് തന്നെ തൊടാൻ പറ്റൂല ഡോക്ടറെ എന്ന് പറയുകയാണെങ്കിൽ ലാക്കനൈനും കൊടുക്കും. അവർക്ക് ഈ പറഞ്ഞ പോലെ സോർ ത്രോട്ടും കൂടി ഉണ്ടെങ്കിൽ നല്ലോണം മെഡിസിൻ വർക്ക് ചെയ്യും. അതിന് കോൾഡ്നെസ് ഉണ്ടെങ്കിൽ, നിപ്പിൾ കോൾഡ്നെസ് ഉണ്ടെങ്കിൽ മെഡോർണം അല്ലേ. അതുപോലെ തന്നെ നമ്മള് ഇതില് ഈ വേരിക്കോസ് മെൻസസ് ഉണ്ട്, വൈക്കേരിയസ് മെൻസസ് ഉണ്ട് നമ്മൾ കൊടുക്കുമല്ലോ ഈ മൂക്കിന്നൊക്കെ വന്നു കഴിഞ്ഞാല്. ബ്രയോണിയാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ലാക്ടോസിസ് ആണ്. ലാക്ടോസിസ് ഇതുപോലെ തന്നെ ബിഫോർ മെൻസസ് എപ്പിസ്റ്റാക്സിസ് ബിഫോർ മെൻസസ്. അപ്പൊ ഇത് കൊടുക്കാം, ബ്രയോണിയ കൊടുക്കുന്നതിനെക്കാട്ടിലും ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര നെഞ്ചെടുപ്പാണെന്ന് പറയും. നെഞ്ചെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നെഞ്ചെടുപ്പും അവർക്ക് ഭയങ്കര ആൻസൈറ്റി ഒക്കെ തോന്നുമ്പോൾ നമ്മൾ സാധാരണ അക്കഡേറ്റും ഇതും എല്ലാം കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള സമയത്ത് ബിഫോർ മെൻസസിന്റെ ഇതാണെങ്കിൽ സ്പോഞ്ചിയ മെഡിസിന, സ്പോഞ്ചിയ പാൽപിറ്റേഷൻ ബിഫോർ മെൻസസ്. പിന്നെ അത് പറഞ്ഞില്ലേ, ശാന്ത പറഞ്ഞില്ലേ വെർട്ടിഗോ, ഈ പെയിൻ വെർട്ടിഗോ ബിഫോർ മെൻസസ്, നക്സ് മോസ്കറ്റ്. അന്ന് നമ്മുടെ ക്ലാസ് എടുത്തപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ കേസ് എടുത്തെടുത്ത് വന്നപ്പോ നക്സ് പറഞ്ഞപ്പോ ഞാൻ ആൻസർ ചെയ്തിരുന്നു. എന്താ മെഡിസിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചാറ്റ് ബോക്സിൽ ഞാൻ ആൻസർ ചെയ്തിരുന്നു നക്സ് മോസ്കറ്റി ആണെന്ന്. ആ നക്സ് മോസ്കറ്റിക്ക് ഇനിയൊരു ഇതെന്ന് വെച്ചാല് അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഈ മെൻസസിന് മുമ്പ്. ഈ ഗെറ്റിനെസ് അവര് എക്സൈറ്റഡ് ആയിരിക്കും. എക്സൈറ്റഡ് ആണെങ്കിൽ അപ്പൊ ഈ ബിഫോർ മെൻസസ് ഇത് നക്സ് മോസ്കറ്റി നല്ല വേറെ ആരോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, ഒരു ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യമുണ്ട്. സിവിയർ ബാക്ക് ഏക്ക് 2 weeks ബിഫോർ മെൻസസ്. എന്തോ ഹെഡേക്ക് ആണോ വിചാരിക്കുന്നത്? സിവിയർ ബാക്ക് ഏക്ക് ആണോ? സിവിയർ ബാക്ക് ഏക്കിന് നമുക്ക് കാലി കാർബ് വരും. 2 weeks കാലി കാർബ് കൊടുക്കാം. പിന്നെ ആക്ടിയറിസ്മോസ ജോയിന്റ് സ്ട്രെയിൻ കൊടുക്കാം, സെപ്പിയ കൊടുക്കാം, യൂപ്പിയോൺ കൊടുക്കാം. പിന്നെ ഇനിയൊന്നും കൊടുക്കാം, ലാക്ടോസിസ് കൊടുക്കാം നമുക്ക്. ബിഫോർ മെൻസസ് എല്ലാം അഗ്രവേഷൻ, അത് ആഫ്റ്റർ മെൻസസ് കുറയുമെങ്കിൽ തീർച്ചയായിട്ടും ലാക്ടോസിസ് കൊടുക്കാം. സിംഗമെറ്റ് കൊടുക്കാം ബാക്കേക്കിന്. സിംഗം വലേറിയാന. ഒരു ഇത്തിരി സ്റ്റീരിക്കലാണെങ്കിൽ സിംഗം വലേറിയാന കൊടുക്കാം. ഇതിനകത്ത് 2 weeks ബിഫോർ മെൻസസ് എന്നാ ചോദ്യം. അതാണ് അതിന് 2 ആഴ്ച മുമ്പ് ബിഫോർ മെൻസസ്. ഓവുലേഷൻ
അതായത് Two ബാക്ക് weeks before. 2 weeks Back before is 2 weeks before menses. ഇതെല്ലാം കൊടുക്കാം. ഈ മെഡിസിൻ എല്ലാം കൊടുക്കാം. ഇത് സെപ്പി കൊടുക്കാം. പിന്നെ കാലിക്കാർബ്, യൂബിയോൺ, ആക്ടിയ. Actia resmosa. No. സെപ്പിയ. Urinary infection before menses. Strangury. അത് വിറാട്രം വിറൈഡാണ്. പിന്നെ റെക്കറന്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ നമ്മൾ അവരോട് ഹൈജീനിക് മെഷർ നോക്കാൻ പറയണം. കാരണം അവർ ആ ഹൈജീനിക് ഒരു വലിയ പ്രശ്നമാണ്. ഈ പാഡ് മാറ്റാത്തതും ഒക്കെ. അത് കഴിയുമ്പോഴത്തേ അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരും. Desire to be left alone during menses. എന്നെ ആരും ഉപദ്രവിക്കല്ലേ, ഞാൻ തന്നെ ഇരുന്നോളാന്ന് പറയുന്നൊരു ഡിസയർ, എന്നെ വെറുതെ വിടും, ഞാൻ തന്നെ ഇരുന്നോളാന്ന് പറയുന്ന പേഷ്യന്റിന് സിക്യൂട്ട ആൻഡ് നക്സോമിക്. പിന്നെ ആദ്യം പറഞ്ഞില്ലേ വയറുവേദന വരുമ്പോ എനിക്കറിയാം ഡോക്ടറെ, എനിക്ക് ഇത് ഈ മെൻസസ് വരുന്നു പറഞ്ഞില്ലേ. അതേ സമയത്ത് അവർക്ക് ആ മെൻസസ് കണ്ടു കഴിഞ്ഞാൽ, വയറുവേദനയുണ്ട്, മെൻസസ് കണ്ടു കഴിഞ്ഞാൽ അത് ഈ വയറുവേദന മാറുമെങ്കിൽ അസ്റ്റേരിയ റൂബൻസ് നല്ല മെഡിസിൻ. അസ്റ്റേരിയ റൂബൻസ്. അസ്റ്റേരിയ റൂബൻസ് എടുക്കുമ്പോൾ നമ്മള് മുഖക്കുരുവും കൂടെ ഉണ്ടാവും. മുഖക്കുരു ഉണ്ടാകും. ഈ ബ്രസ്റ്റിന് ഒരു കല്ലിപ്പും ഉണ്ടെങ്കിൽ കറക്റ്റ് മെഡിസിൻ അസ്റ്റേരിയ റൂബൻസ്. പിന്നെ അതുപോലെ തന്നെ അവര് ഭയങ്കര വേദനയാ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബെൽഡോണയാണ് കൊടുക്കുന്നത്. ബെൽഡോണ കൊടുക്കുക. പക്ഷെ ഒരു ഇത്തിരി ഇങ്ങനെ കുറേശ്ശെ കാണാൻ തുടങ്ങി, മെൻസസ് ബ്ലീഡിങ് കുറേശ്ശെ ഇങ്ങനെ സ്പോട്ടിലേക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സമയത്താ പറയണമെങ്കിൽ നമുക്ക് ലാക്ടോസിസ് ബെൽഡോണയെക്കാട്ടും നല്ലോണം ആക്ട് ചെയ്യും. അത് ബ്ലീഡിങ് വരികയും ചെയ്യും. ബ്ലീഡിങ് വന്നാൽ അവരുടെ ആ വേദന കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ ശാന്തി എന്ന് പറഞ്ഞില്ല, ഒരു ഇതിന്റെ റൈറ്റ് സ്കാപ്പുലർ ആംഗിൾ, ഒരു റൈറ്റ് ഇതിന്റെ അവിടെ, അതിന് ഡ്യൂറിങ് മെൻസസ് എപ്പോഴും അവര് അങ്ങനെ ഒരു ഇത് ഇവിടെ ഈ ഇതിന് സ്കാപ്പുലയുടെ തൊട്ട് താഴെ ആ ലോവർ ആംഗിളിൽ ഭയങ്കര വേദനയാണ് ഡോക്ടർ എന്ന് പറയും. അതിന് ചെൽഡോണിയം ഒന്ന് ചാണ്ട നോക്കിയില്ല, സ്കാപ്പുലർ പെയിന് ഇത് നോക്കിയിട്ടില്ലേ? സ്കാപ്പുലർ റീജിയനിലെ പെയിൻ വന്നപ്പോ ഓർമ്മയില്ലേ? കഴിഞ്ഞ 3-4 ദിവസത്തിന് മുമ്പ് നമ്മൾ നോക്കിയില്ല. അപ്പൊ അത് ചെൽഡോണിയായിരുന്നു. പിന്നെ ഈ ലാക്ടോസിന് പിന്നെ ഒരു ഇതെന്ന് വെച്ചാല് ആ ഫസ്റ്റ് ഡേ ഭയങ്കര വേദനയായിരിക്കും. പക്ഷെ ഫ്ലോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വേദന മാറും. അതേ സമയത്ത് ആക്ടിയ റെസ്മോസയ്ക്ക് എത്ര ഫ്ലോ കൂടുന്നു അത്രയും വേദനയായിരിക്കും. മോർ ദ ഫ്ലോ മോർ ദ പെയിൻ. പിന്നെ ഈ നക്സ് മോസ്കറ്റ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ഇതാണ്, അവർക്ക് എപ്പോഴും ഡ്രൈനെസ് ഓഫ് മൗത്ത് ഉണ്ടാവും. അവര് നാക്ക് ഒട്ടിപ്പിടിച്ചിരിക്കണമെന്ന് പറയും അവർക്ക്. അപ്പൊ നക്സ് മോസ്കിറ്റ നല്ല ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മെൻസസിന്റെ സമയത്ത് ഭയങ്കര ഇറിറ്റബിൾ ആണ് ഡോക്ടറെ. അപ്പൊ ആ സമയത്ത് അവളോട് മിണ്ടാൻ നിവർത്തിയില്ല എന്ന് പറയുകയാണെങ്കിൽ നക്സോമിക്ക. പിന്നെ ആ സമയത്താണ് അവര്, ഞാൻ പറഞ്ഞില്ല ഒന്നിനും കൊള്ളൂല ഡോക്ടറെ, എന്നെ ഒരു ഇതുമില്ല, ഞാൻ എന്നും പറഞ്ഞിട്ട് കരയും. ഞാൻ ആദ്യമൊക്കെ കൊടുത്തിരുന്ന സെപ്പിയാണ്, പക്ഷെ പിന്നെയാണ് ആക്ടിയ റെസിമോസ കിട്ടിയത്. ഇപ്പൊ ഈ ആക്ടിയ റെസിമോസയ്ക്കും ഇതിലും എന്താണ് ഈ ഇതില് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ബ്ലീഡിങ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അബ്ഡോമിനൽ പെയിന് എല്ലാം കുറയും. അത് ആക്ടിയ റെസിമോസയ്ക്കും അങ്ങനെയാണ്. ബ്ലീഡിങ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒട്ടും വേദന ഉണ്ടാവില്ല. സിംഗം മെറ്റൽ ആക്ടോസിസിന്റെ ഒക്കെ കൂടെ തന്നെ ആക്ടിയ റെസിമോസയെ നമുക്ക് ചെയ്യാം. പിന്നെന്താ, ഇനിയൊരു ഇത്, അവർക്ക് കുറെ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് മെൻസസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ലൂസ് മോഷൻ ആയിരിക്കും ചിലർക്ക്. അപ്പൊ നമുക്ക് ലാക്ടോസിസ് കൊടുക്കാം.
ലാക്ടസിസ് ആഫ്റ്റർ മെൻസസ് ഇതിന് ഈ ഡയറിയയ്ക്ക്. അതേസമയത്ത് അത് മെൻസസ് കഴിഞ്ഞിട്ടുള്ള ഇത് ലൂക്കോറിയയ്ക്ക് ആണെങ്കിൽ ശാന്ത പറഞ്ഞ പോലെ ഗ്രാഫൈറ്റിസും സെപ്പിയും. ഇനി ആരെങ്കിലും ഒക്കെ അവരവരുടെ അഭിപ്രായം പറയട്ടെ. പിന്നെ അതുപോലെ തന്നെ മെൻസസ് നിൽക്കും, അതിനൊരു ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെയും വന്നു ഡോക്ടർ എന്ന് പറയും. അതിന് നമുക്ക് ലൈക്കോപ്പൊടിയാണ് നല്ലത്. നമ്മൾ സാധാരണ കൊടുത്തിരുന്നത് ഫെറമെറ്റ് ആണ് ശാന്തേ, പക്ഷെ ലൈക്കോപ്പൊഡിയത്തിന് ഈ ഒരു സിംറ്റം ഉണ്ട്. ലൈക്കോപ്പൊടി ഇതിനുണ്ട്, ഫ്ലേവസിനുണ്ട്, ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ്ങിന് ഫ്ലേവസിനുണ്ട്, പിന്നെ ക്രോക്കസ് ഉണ്ട്, ബോവിസ്റ്റയ്ക്ക് ഉണ്ട്. ഇത് മെൻസസ് ഒരാഴ്ച കഴിയും, ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ കുറച്ചിങ്ങനെ കാണുമ്പോ സാധാരണ കൊടുക്കാറുള്ള ഫെറമെറ്റ് ആണ്. ഫെറമെറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഈ ലൈക്കോപ്പൊഡിയത്തിന് ആ പർട്ടിക്കുലർ സിംറ്റം ഉണ്ട്. ഇന്ന് നെറു നോക്കിയപ്പോഴാണ് ഞാൻ ആ പർട്ടിക്കുലർ സിംറ്റം കണ്ടത്. ഞാൻ കൊടുത്തിട്ടില്ല. ബോവിസ്റ്റയും കൊടുക്കാം. ബോവിസ്റ്റയും പിന്നെ ഏതാ കണ്ടേ? ബോവിസ്റ്റ, ഫ്ലേവസ്, ക്രോക്കസ്, ആംബ്രാഗ്രേഷ്യ. പീരീഡിന്റെ ടൈമിൽ ഭയങ്കര വാശി പിടിച്ചിരിക്കുന്നവർക്ക് ടാരന്റുലയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഉണ്ട് പീരീഡ് ടൈമിൽ ഭയങ്കര വാശി, ഡിസ്കണ്ടന്റഡ്, ഒരു തരത്തിലും അവരെ ഇതാക്കാൻ പറ്റില്ല. അതിന് ടാരന്റുലയാണ്. അറിയാമോ ഡോക്ടർ? ഒരുവിധമൊക്കെ ആയി. ഇനി ഓരോരുത്തര് അവരവരുടെ അനുഭവങ്ങളും കൂടെ ഒക്കെ പറയട്ടെ, അല്ലേ? ഈ സ്പോർട്ടിംഗ് കൂടെ ഒന്ന് പറയാമോ? സ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട്. ആദ്യത്തെ ഒരു 3-4 ദിവസം സ്പോർട്ടിങ് മാത്രമേ കാണുള്ളൂ, അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ നിക്കത്തുമില്ല. ആദ്യത്തെ 3 ദിവസം സ്പോർട്ടിങ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അല്ലേ ശാന്തേ? അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇത് നിൽക്കാനും പ്രയാസമായിരിക്കും. ഫെറമെറ്റ് കൊടുത്താൽ കൺട്രോൾ, ഒരുവിധം കൺട്രോളാണ്. അതെ, ഞങ്ങൾ കൊടുക്കുന്നത് ഫെറമെറ്റാ. പൊട്ടൻസി 200 ആണ്. 200. ഇനി 15 മിനിറ്റേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടവർ ഹാൻഡ് റൈസ് ചെയ്യണേ. പറഞ്ഞ സമയം ഇത്രയായി. ആർക്കെങ്കിലും നേരിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലാണെങ്കിലും ചോദിക്കാം. നേരെ അവരുടെ അനുഭവം കൂടി പറയൂ, നിങ്ങളുടെയൊക്കെ അനുഭവം കൂടി അതെ, മറ്റുള്ളവരുടെ അവരുടെ അനുഭവം കൂടെ പറയട്ടെ, കേൾക്കാൻ മാത്രമല്ല. ഒരു ചോദ്യം കൂടെ ഉണ്ട്. പ്രൊലോങ്ഡ് മെൻസസ് സ്റ്റിൽ അടുത്ത പീരീഡ് വരെ, പ്രൊലോങ്ഡ് മെൻസസ് സ്റ്റിൽ ദ നെക്സ്റ്റ് പീരീഡ് വരെയാണെങ്കിൽ തലാപ്സി ഉണ്ട്. തലാപ്സി നല്ല മെഡിസിൻ ആണ്. ആർണിക്ക കൊടുത്തിട്ട്, സിംഗിൾ ഡോസ് ആർണിക്ക വണ്ണം കൊടുത്തിട്ട് പെട്ടെന്ന് ബ്ലീഡിങ് നിന്നിട്ടുണ്ട്. പിന്നെ പിറ്റ്യൂട്ടറി 30, ആർണിക്ക വണ്ണം ഒറ്റ ഡോസേ കൊടുത്തുള്ളൂ, ബ്ലീഡിങ് നിന്നിട്ടുണ്ട്. പിറ്റ്യൂട്ടറി 30. പിന്നെ വരുന്ന എന്തോ തലാപ്സി, പിറ്റ്യൂട്ടറി 30. തലാപ്സി ടിഞ്ചർ അല്ലേ? തലാപ്സി ടിഞ്ചർ അല്ല, പൊട്ടൻസി കൊടുക്കാം. ഏതാ വേണ്ടേ? 200 കൊടുക്കാം. ഞാൻ തലാപ്സി ടിഞ്ചറാ കൊടുക്കാം. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കണം. ചിലപ്പോൾ ഫോസ്ഫറസ് ആയിരിക്കും. അതാണ് കൽക്കരിയ കാർബൊക്കെ വരും. ഫോസ്ഫറസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈന കൊടുക്കാം. ചൈന CM കൊടുത്തിട്ട് ഒറ്റ ഡോസിൽ നിന്നിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ബ്ലീഡിങ് വരുമ്പോൾ അതിലൊരു ഫൈബ്രോയിഡോ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് ഒക്കെ ഉള്ള കേസാണെങ്കിൽ തൂര കൊടുക്കണം. അത് ഹൈപ്പർടെൻസി ആണോ? ഹൈപ്പർടെൻസി മെഡിസിൻ എപ്പോഴും ഹൈപ്പർടെൻസി കൊടുക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയും, ഇങ്ങനത്തെ പ്രൊലോങ്ഡ് ബ്ലീഡിങ് നിൽക്കുമ്പോൾ ആ പേഷ്യന്റിനോട് തണുത്ത വെള്ളത്തിൽ കുളിക്കരുത്, കാല് തണുത്ത വെള്ളത്തിൽ നനയ്ക്കരുതെന്ന് വെക്കും. അപ്പൊ ബ്ലീഡിങ് കൂടുന്നതായിട്ട് കാണും.
ആർക്കെങ്കിലും അനുഭവങ്ങൾ ഉള്ളത് പറയാം. നിങ്ങളുടെ അനുഭവം കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഞാൻ നേരെ വിപരീതമാണ് ശാന്തേ. ഞാൻ ബ്ലീഡിങ് കൂടുതലുള്ളവരോട് ചൂടുവെള്ളം കുത്തി കുളിക്കണ്ടെന്ന് പറയും. ഞാൻ എന്റെ ഇൻഫെർട്ടൈൽ പേഷ്യൻസിനെ മുഴുവനും ആരെയും ഞാൻ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ സമ്മതിക്കില്ല. പിന്നെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഒട്ടും പറ്റില്ല, ഞാൻ ചൂടുവെള്ളത്തിൽ കുളിക്കരുതെന്ന് പറയും. അഥവാ അവർക്ക് നിർബന്ധമാണെന്ന് പറയുകയാണെങ്കിൽ ലുക്ക് ഓൺ വാട്ടർ അത് തന്നെ വേണ്ടാന്ന് ഞാൻ പറയാറുണ്ട്. അല്ല, കാല് നനയുമ്പോ ബ്ലീഡിങ് കൂടുന്നതായിട്ട് കാണും തണുത്ത വെള്ളത്തിൽ. അതിനേതാ ഏത് മെഡിസിനാ? അല്ല, കാല് നനയ്ക്കരുതെന്ന് പറയും. അത്രേ ഉള്ളൂ. കാലെപ്പോഴും നനയ്ക്കരുതെന്ന് പറയത്തുള്ളൂ. ഇനി ഓരോരുത്തരുടെ അനുഭവം പറയട്ടെ. ആരോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റൈസ് കേട്ട് മതിയായി കാണും രണ്ടുപേരും അനുഭവങ്ങൾ കേട്ട്. അപ്പൊ ഇങ്ങോട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാം. രമാദേവി മാഡം ഹാൻഡ് റൈസ് ചെയ്തതാ കാണുന്നത്, പിന്നെ ആരും ചെയ്തിട്ടില്ല. അനുഭവങ്ങളും കൂടെ പറ. സിനി ബാബു പറയൂ. പ്രൊലോങ്ഡ് ബ്ലീഡിങ്ങിനൊക്കെ വേറെ ഞങ്ങൾ പറഞ്ഞല്ലാതെ വേറെ മെഡിസിൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും പറഞ്ഞു തരും. സിനി ബാബു അൺമ്യൂട്ട് ചെയ്യാം. ഹലോ, ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഡോക്ടറെ, ഈ എന്റെ മോളുടെ 3 months പ്രഗ്നന്റ് ആയി. അപ്പൊ ഇന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോ സബ്സിറസ് ഫൈബ്രോയിഡ് മെഷർ 5.9 into 5.2 centimeter arising from the left lateral wall എന്നുണ്ടായിരുന്നു. അതിന് മെഡിസിൻ അതിന് പ്രഗ്നൻസി 5 മാസമോ? 3 മാസം. 3 മാസം. നമ്മളെ തോല് കൊടുക്കും. പിന്നെ കൽക്കേരിയ ഫ്ലൂർ 6X കൊടുക്കും. ഒന്നും സംഭവിക്കില്ല. ഫൈബ്രോയിഡ് ഒന്നും വളരില്ല. ഒരു ഫൈബ്രോയിഡ് ആയിട്ട് തൂജ കൊടുക്കും. ഞാൻ 200 4 ഡോസ് വൺസ് ഇൻ 5 days, വണ്ണം 4 ഡോസ് വൺസ് ഇൻ 10 days, അങ്ങനെ കൽക്കേരിയ ഫ്ലോറും കൽക്കേരിയ ഫ്ലൂർ കണ്ടിന്യൂ ആയിട്ട് കൽക്കേരിയ ഫ്ലൂർ 6X. എനിക്ക് പ്രഗ്നൻസി പീരീഡിൽ ഇങ്ങനെ ഇത് വന്ന ഒരു ഞാൻ കേസ് നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, IFBHൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രൊഫസറാണ്. പ്രൊഫസറിന്റെ അങ്ങേർക്ക് ഇരട്ട കുട്ടികളാ. പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് അത് കഴിഞ്ഞ് നോക്കിയപ്പോ ഇരട്ട കുട്ടികളാന്ന് പറഞ്ഞു. പ്രഗ്നന്റ് ആണെന്ന് പോസിറ്റീവ് ആണെന്ന് കണ്ട വഴിയെ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നോടത്ത് പറഞ്ഞതുപോലും ഇല്ല. അത് കഴിഞ്ഞ് ഇവരെ വിട്ട ഒരാളാണ് എന്നോട് ഇവര് ഇങ്ങനെ പ്രഗ്നന്റ് ആയി 2 കുട്ടികളാണെന്ന് സ്കാൻ ചെയ്തപ്പോ കണ്ടേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞപ്പോ ഈ സാറ് ഒരു പ്രൊഫസറാണ്. ആ സാറ് വൈകുന്നേരം കൊണ്ട് ഓടിക്കൊണ്ട് വന്നേക്കാ, ഡോക്ടറെ അത്യാവശ്യമായിട്ടാണ്. ഞാൻ പറഞ്ഞു എനിക്കിപ്പോ കൺസൾട്ടിങ് ടൈം അല്ലെന്ന് പറഞ്ഞപ്പോ അങ്ങേര് പറ്റില്ല ഡോക്ടറെ, എനിക്ക് അത്യാവശ്യമായിട്ട് കണ്ടേ ഒക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആശ്രയിന്ന് വരികയാണ്. ഞാൻ അവരൊരു ഇത് പറഞ്ഞപ്പോ ഞാൻ എന്റെ ഡോക്ടറോട് ചോദിച്ചിട്ട് ഞാൻ അതിന് ആൻസർ പറയുള്ളൂ എന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ സാറേ എന്റെ ഡോക്ടർ എന്ന് ചോദിച്ചു. ഡോക്ടർ അല്ലാതെ ആരാ? അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഇത്രയും ദിവസം അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. ഈ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് എന്റെ ഡോക്ടർ സാറ് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. അത് എന്തായാലും പിന്നെ ഞാൻ അങ്ങേരെ അകത്ത് കയറ്റി വർത്തമാനം ചോദിച്ചു തന്നപ്പോഴാ പറയണത് 2 കുട്ടികളാണ്. പക്ഷെ ആ കുട്ടികളുടെ ഒപ്പം തന്നെ ഒരു ഫൈബ്രോയിഡ് വല്ലാതെ വളർന്നു വരുന്നുണ്ട്. എന്നിട്ട് ഇവര് പറഞ്ഞത് ഇവിടെയും വിജയലക്ഷ്മിയിലാണ് അവിടെയും പറഞ്ഞത് ഇത് ടെർമിനേറ്റ് ചെയ്യണം എന്നാണ്. പിന്നെ അതുപോലെ തന്നെ അവരെന്നിട്ട് ബോംബെയിലേക്ക് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ അവിടെയും പറഞ്ഞു ഇത് ടെർമിനേറ്റ് ചെയ്ത് നോക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് ഇരട്ട കുട്ടികളായതുകൊണ്ട് വളർച്ചയെ ബാധിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും, എന്നിട്ട് ഞാൻ ഡോക്ടറുടെ അഭിപ്രായം പറഞ്ഞിട്ടേ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ വന്നേക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും സാറേ ഞാനൊരു മരുന്ന് തരാം എന്നും പറഞ്ഞിട്ട് ഞാൻ തൂജയും അല്ലേ സാറേ നമ്മളൊന്ന് കൊടുത്ത തൂജയും ഫ്രാക്സിനസും അല്ലേ കൽക്കേരിയ ഫ്ലോറും ഫ്രാക്സിനസും തൂജയും കൊടുത്തു. തൂജയും കൊടുത്ത് 1 മാസം കഴിഞ്ഞ് നോക്കുമ്പോ ഫൈബ്രോയിഡ് ഇൻവിസിബിൾ. പിന്നെ ഞാൻ വിട്ടില്ല കേട്ടോ. ആദ്യം വാങ്ങിച്ചതിന്റെ ഇരട്ടി പൈസ വാങ്ങിച്ചു. ഏത് പൊട്ടൻസി കൊടുത്ത്? തൂജ തന്നെ 2 ഡോസ്, പിന്നെ ഫ്രാക്സിനസ് ടിഞ്ചറും കൽക്കേരിയ ഫ്ലോർ 6X. അത് TDS കൊടുത്തു.
അങ്ങനെ ഞാൻ സമാധാനം കണ്ടെത്തി. ആ. എന്തായാലും അവരുടെ പ്രസവിച്ചപ്പോ സാറ് എന്നെ വിളിച്ചു പറയാണ്, ഡോക്ടറെ പ്രസവിച്ചു, ഞാൻ കുട്ടികളെ കണ്ടിട്ടില്ല, അല്ല ഇത് എന്നോട് കൊണ്ടുവന്നിട്ടില്ല, റൂമിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, ഞാൻ കുട്ടികളെ കയറി കണ്ടു, ഡോക്ടറെ പോലെ 2 സുന്ദരി കുട്ടികളെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അയ്യോ സാറേ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് എന്താ ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, കൊച്ചുങ്ങളുടെ തല നരച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ഫൈബ്രോയിഡിന്റെ പ്രഗ്നൻസി പീരീഡിൽ ഫൈബ്രോയിഡ് എന്നതിന്റെ ഒരു ചരിത്രം എനിക്കുണ്ട്. സിനിമ ഡോക്ടറുടെ സംശയം കഴിഞ്ഞല്ലോ അല്ലേ? ധൈര്യമായിട്ട് കൊടുക്കുക സിനി. കാൽക്കേരിയ ഫ്ലോർ ബയോകെമിക് കൊടുക്കുന്നതിൽ നമുക്ക് പേടിക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഫ്രാക്സിനസ് ആണെങ്കിലും ഒരു ടോണിക് പോലെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അത് ഒരു 2 നേരം കൊടുത്താൽ മതിയാവും. പിന്നെ സൂചി കൊടുക്കാം. പിന്നെ നമ്മുടെ ബാലേന്ദ്രൻ ചാക്കയുടെ ഒരു പ്രോട്ടോകോൾ ഉണ്ടല്ലോ, അറിയില്ലേ ശാന്തേ? എനിക്കറിയില്ല. ഫൈബ്രോയിഡിനോ? ഫൈബ്രോയിഡിന് സൂച വണ്ണം 6 ഡോസ് 6 AM and 6 PM 3 ദിവസത്തേക്ക്. പിന്നെ കൽക്കേരിയ കാർബ്, ഒരു മിനിറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം, അത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫൈബ്രോയിഡിന് ഓവേറിയൻ സിസ്റ്റിനും സൂച വണ്ണം 6 ഡോസ്, ഹെപ്പാസൽഫ് വണ്ണം 6 ഡോസ്, അത് 10 മണിക്കും. അതായത് സൂചയും സൂച വണ്ണം 6 AM 6 PM. ഹെപ്പാസൽഫ് വണ്ണം 8 AM 8 PM. കോളിൻ വണ്ണം 10 AM 10 PM. അങ്ങനെ 6 ഡോസ് ഓൾട്ടർനേറ്റ് ഡേയ്സ്. ഹെപ്പാസൽഫ് വണ്ണം 8 AM 8 PM. കൊണിയം വണ്ണം 10 AM 10 PM. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ 6 ഡോസ് റിപ്പീറ്റ് ചെയ്യുന്നത് ആഫ്റ്റർ 20 ഡേയ്സ്. അത് കുറെ പേര് അന്ന് അതിന് ഇഫക്റ്റീവ് ആയിട്ട് പറഞ്ഞതായിട്ട് ആ ഗ്രൂപ്പില് ഉണ്ടായിരുന്നു അല്ലേ? 20 ഡേയ്സിൽ റിപ്പീറ്റ് ചെയ്യണം അല്ലേ? 20 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ നോക്കിയിട്ട് സ്കാൻ ചെയ്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ. നമ്മുടെ ബാലചന്ദ്രൻ ചാക്കയല്ലേ, ചാക്കയുടെ പ്രോട്ടോകോള. അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ കുറെ പേര് ട്രൈ ചെയ്തിട്ട് ഇഫക്റ്റീവ് ആയി എന്ന് 2-3 ഗ്രൂപ്പിലുള്ളവര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ 4 മിനിറ്റേ ഉള്ളൂ. വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തരുത്. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, കാരണം ഇതുപോലെ നമുക്ക് കിട്ടുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഇത്രയും അറിവുകളാണ് കിട്ടിയതെന്ന് നമ്മൾ ആരും ചോദിക്കാതെ തന്നെ വളരെ എനിക്കൊരു കേസ് ഫൈബ്രോയിഡ് കേസ് ഉണ്ടായിട്ടേ. അപ്പൊ ഈ ലിസി ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഒരു പേഷ്യന്റ്, അപ്പൊ അവര് വന്ന് ഫൈബ്രോയിഡ് ഉള്ള കാരണം പ്രഗ്നൻസി സാധ്യമല്ല എന്ന് പറഞ്ഞൊരു പേഷ്യന്റിന് ഞാൻ അന്ന് കൊടുത്തത് സൂച 200 തുടങ്ങി 10 വരെ ഞാൻ കൊടുത്തു. ഇതുപോലെ 200 once in 5 days കൊടുത്ത്, പിന്നെ വണ്ണം once in a week കൊടുത്ത്, 10 once in 15 days കൊടുത്തിട്ട് അങ്ങനെ കൊടുത്തു. പിന്നെ ഞാൻ അവർക്ക് എഴുതി കൊടുത്തിരുന്നത് ഓറം മ്യൂറേറ്റിക്കൻ നാട്രം 3x, കൽക്കേരിയ ഫ്ലോർ 3x ആണ് ഞാൻ എഴുതി കൊടുത്തിരുന്നത്. അപ്പൊ ഈ പേഷ്യന്റ് ആദ്യം ഒരു കുട്ടി ഉണ്ടായി, അത് ഡെലിവറി കഴിഞ്ഞു. എന്നിട്ട് അവര് ഇവിടുന്ന് പോയി, ഈ ലിസിയിൽ അവിടെ നിന്ന് പോയി കൊടുങ്ങല്ലൂർ ഒരു ഇന്നർ സ്ഥലത്തേക്ക് പോയതാ. അന്ന് ഇത്രയും ഫോണും സൗകര്യമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ എഴുതി കൊടുത്ത പിന്നെ പ്രിസ്ക്രിപ്ഷൻ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ച് തന്നെ അവര് കണ്ടിന്യൂസ് ബാക്ക് പെയിൻ വരും, പീരീഡിന് വയറുവേദന വരും, അവർ ഈ മെഡിസിൻ അങ്ങ് പോയി ഹോമിയോ മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിക്കും, കഴിക്കും. അങ്ങനെ ഈ മൂത്ത കുട്ടിക്ക് 17 വയസ്സായി. അവർ വീണ്ടും തിരിച്ച് ആ കൊടുങ്ങല്ലൂർ ഒരു റൂറൽ ഏരിയ, അവിടെ വീണ്ടും തിരിച്ച് അവർ ലിസി ഹോസ്പിറ്റലിൽ വന്നു. ഇവിടെ എറണാകുളം നോർത്തിലേക്ക് വന്നിട്ട് എൻ്റെ അടുക്ക പറഞ്ഞു, ഡോക്ടറെ ഒന്ന് സ്കാൻ, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, സ്കാൻ ചെയ്തിട്ടില്ല,
പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട്, എല്ലാ ബുദ്ധിമുട്ടും കാരണം ഞങ്ങളിപ്പോ വീണ്ടും അവിടത്തെയൊക്കെ വിറ്റ് ഇവിടെ നോർത്തിൽ വന്ന് താമസിക്കുക. ഡോക്ടർ ഒന്ന് എനിക്കൊന്ന് സ്കാൻ ചെയ്യാൻ എഴുതി തരാൻ പറഞ്ഞു. ഞാൻ സ്കാൻ ചെയ്യാൻ എഴുതി കൊടുത്തപ്പോൾ അവർക്ക് ഒരു ഫൈബ്രോയിഡും ഇല്ല, ഫുൾ ഫൈബ്രോയിഡ്. അതുകൊണ്ട് പ്രഗ്നൻസി സാധ്യമല്ല, ഈ ഫൈബ്രോയിഡ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് 2 കുട്ടികളുണ്ട്, 18 വയസ്സും 18 ഇപ്പൊ 20 വയസ്സായി കാണും, 20 വയസ്സും 18 വയസ്സുള്ള 2 കുട്ടികൾ ഇപ്പോഴും എൻ്റെ അടുക്ക വരാറുണ്ട്. അവർക്ക് ഫൈബ്രോയിഡ് ഉണ്ട്, പിന്നീട് മെനപ്പോസ് ആകാറായി. അത്ര ഞാൻ ചോദിച്ചത് എന്താ മരുന്ന് കഴിച്ച്, എന്ത് മരുന്നാ ഡോക്ടർ അന്നൊരു കുറിപ്പടി തന്നത് ഞാൻ ഇതുവരെ കളഞ്ഞിട്ടില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നും, ഒരു ഗ്ലൂക്കോറിയ തോന്നിയാലും, നടുവേദന തോന്നിയാലും, വയറുവേദന തോന്നിയാലും, പീരീഡിന് വേദന തോന്നിയാലും അവരിതുകൊണ്ടേ കാണിച്ച് മരുന്ന് മേടിക്കുക, കഴിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം. കുറിപ്പിനകത്ത് സൂട്ടിസത്തിന്റെ മെഡിസിൻ തൂജ തന്നെയാണ്, തൂജയും ഒലിയം ജാക്കും ആണ് കൊടുക്കേണ്ടത്. ഒലിയം ജാക്ക് 3x ആദ്യം കുറെ ദിവസം കൊടുത്തിട്ട് ക്യൂർസ്യൂട്ടിസിന് കാസ്റ്റർ എക്വി ടിഞ്ചർ കിട്ടുകയാണെങ്കിൽ അത് എക്സ്റ്റേണൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. അങ്ങനെ അഥവാ കിട്ടുകയാണെങ്കിൽ കാസ്റ്റർ എക്വി അതെ നമ്മുടെ ജയറാം സാറിന്റെ ഇതില്ലേ ചാന്തേ, ഈ ബ്രസ്റ്റ് നിപ്പിൾ ക്രാക്സിന് കാസ്റ്റർ എക്വി CASTOREQUI അത് ടിഞ്ചർ, അത് കുതിരക്കുളമ്പാണ് ശരിക്കും, കുതിരക്കുളമ്പിന്റെ സംതിങ് അതാണ്. അതിന്റെ ടിഞ്ചർ കിട്ടുകയാണെങ്കിൽ, മദർ ടിഞ്ചർ കിട്ടുകയാണെങ്കിൽ ഇത് നല്ല ഇഫക്റ്റീവ് ആണ്. അത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷന്. അങ്ങനെ അഥവാ കിട്ടുകയാണെങ്കിൽ എനിക്ക് പിന്നെ ഷെയർ ചെയ്യണം കേട്ടോ കുറച്ച്. അല്ല, അത് നേരിട്ട് പുരട്ടുവാണോ അതോ വെളിച്ചെണ്ണ വല്ലതും ചാലിക്കണോ? അല്ല, ഒരു ഇതെടുത്തിട്ട് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ഒരു ഡ്രോപ്പ് കൂടി വെള്ളം ഒഴിച്ചിട്ട് അവിടെ പുരട്ടിയാൽ മതി എന്നാ പറയണേ. ഒരു ഡ്രോപ്പും ഒരു ഡ്രോപ്പ് കൂടി കേസിലാണെങ്കിൽ PCOD മാറുമ്പോ ആ ഹെയർ ഒക്കെ പോകും, ഹെയർ എല്ലാം പൊഴിഞ്ഞു പോകും. PCOD കറക്റ്റ്, ആ ഹോർമോൺസ് കറക്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതെല്ലാം പൊഴിഞ്ഞു പോകും. ടെസ്റ്റോസ്റ്ററോൺ കൂടുതലായിരിക്കും ഈ പേഷ്യൻസ്. അപ്പൊ ടെസ്റ്റിസ് കൊടുക്കാം, ടെസ്റ്റോസ്റ്ററോൺ ഹൈപ്പർടെൻസി കൊടുക്കാം. അപ്പൊ ഇനിയിപ്പം നമ്മുടെ സമയം 1 മിനിറ്റ് അധികമായിരിക്കുകയാണ്. സിനി വളരെ നല്ല പ്രയോജനമുള്ള ക്ലാസ്സാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സമയക്കുറവ് മൂലം 2 പേർക്കും നന്ദി പറയുന്നതിന് സിനി ബാബു ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെട്ടെങ്കിൽ വളരെ നന്ദി. പിന്നെ എല്ലാവർക്കും ഒരു ഹാർട്ടി ഓണാശംസകൾ കൂടെ വരുന്നു. എന്റെ ശാന്തയുടെയും പേരില്. സിനി ഡോക്ടറെ 2 പേരും കൂടെ ഒരുമിച്ച് പറയുന്നു. എല്ലാവർക്കും ഓണാശംസ. എല്ലാം ഒരുമിച്ചാണ് അല്ലേ? വളരെ ഉപകാരമായ നല്ല ക്ലാസ് ആയിരുന്നു. ഇന്നത്തെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. 2 ഡോക്ടർമാരുടെ ഒത്തിരി പ്രയോജനകരമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒത്തിരി ഈ ഡോക്ടറുടെ ക്ലാസ്സുകൾ 2 പേരുടെ ഞാൻ എന്നും കാണാറുണ്ട്. എനിക്ക് ഒത്തിരി പ്രയോജനം, എന്റെ പ്രാക്ടീസിൽ ഒത്തിരി പ്രയോജനം ഉണ്ടാവാറുണ്ട്. ഞാൻ എന്റെ പേരിലും IFPHന്റെ പേരിലും 2 ഡോക്ടർമാർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമുക്ക് ദിനേശ് ഡോക്ടറോട് പറയണം, വിഷയം വെക്കുമ്പോൾ ശാന്താചന്ദ്രൻ ഡോക്ടറും രമാദേവി ഡോക്ടറോടും ഒപ്പം. വേണ്ട, ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. ഒരാളുണ്ടെങ്കിൽ മറ്റേ ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയാം. എന്തായാലും ഇത്രയും നല്ല ഒരാളുണ്ടെങ്കിൽ മറ്റേ ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയാം, ഉറപ്പാ. എത്രയും നല്ല ക്ലാസ് ആണ്. നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ലെങ്കിലും ആ സെലക്ട് ചെയ്ത് ആ സിംറ്റം നല്ലതായിരുന്നു, നല്ല പ്രയോജനമുള്ളൊരു വിഷയമായിരുന്നു. ഇനിയും 2 പേരും ഒരുമിച്ച് വരണം. 2 പേർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ലതാ മോഹന, നന്ദി. അവിടെ വന്നിട്ട് ലതാ മോഹൻ തൊഴുത് കാണിക്കണ്ട്. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി. നമ്മുടെ കേട്ടവർക്ക് എല്ലാവർക്കും നന്ദി. 1970 പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയായിട്ട് നടന്നു. വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്.
എല്ലാവർക്കും ശുഭരാത്രി. നമസ്കാരം. ഞങ്ങൾക്ക് കൂടി ഒന്ന് ഇത് ചെയ്യാൻ പറ്റി, ഒന്ന് ഓടിക്കാൻ പറ്റി അല്ലേ ശാന്തേ? ഒന്നും കൂടെ റെഫർ ചെയ്യാൻ തോന്നി. വീണ്ടും എത്രയും വേഗം രണ്ടുപേരും കൂടെ വരണം എന്ന് ശരി.